നമസ്കാരം. പ്രധാന വാർത്തകൾ. വാളയാറിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന 1 കോടി രൂപയുമായി കിഴക്കഞ്ചേരി സ്വദേശികൾ പിടിയിൽ. 2 യുവാക്കൾ പിടിയിലായത് വാളയാർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ കാറും പണവും കസ്റ്റഡിയിലെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ സുജിതയുടെ വിജയം 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. വിജയത്തോടെ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫ് നിലനിർത്തി. മാത്തൂർ മേഖലയിലെ ക്ഷേത്ര കവർച്ച. ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവരുന്നത് കുട്ടിക്കള്ളന്മാരെന്ന് പോലീസ്. മോഷ്ടാക്കളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. വിദ്യാർത്ഥികളായ ഇവർക്കൊപ്പമുള്ള ഒരാളെ കൂടി കണ്ടെത്താൻ അന്വേഷണം തുടരുന്നു. വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. ബോർഡിലെ വിവിധ തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ ഫെഡറേഷൻ ധർണ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പന്തം കൊളുത്തി പ്രകടനവുമായി INTUC. വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല. കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക്. ജില്ലയിൽ കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ തദ്ദേശ സ്ഥാപനമായി ഒറ്റപ്പാലം മാറും. പദ്ധതി പ്രവർത്തനം ഹരിത കേരള മിഷന്റെ സഹായത്തോടെ. കൊപ്പത്ത് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ ദിവസം കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്തിയത് മദ്യപിച്ചെത്തിയവർ. ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അധികൃതർ. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി. ഗുരുഭവനപുരിയിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. ഏകാദശിയോടനുബന്ധിച്ച് മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ. വില്വാദ്രിയിൽ പുനർജനിനൂണ് വിശ്വാസികൾ. വാർത്തകൾ വിശദമായി. വാളയാറിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന 1 കോടി രൂപയുമായി കിഴക്കഞ്ചേരി സ്വദേശികൾ പിടിയിൽ. വാളയാർ പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും രഹസ്യ വിവരത്തെ തുടർന്ന് അതിർത്തിയിൽ നടത്തിയ പരിശോധനയിലാണ് പണവുമായി 2 പേർ പിടിയിലായത്. വടക്കഞ്ചേരി കിഴക്കഞ്ചേരി സ്വരലയത്തിൽ പ്രസാദ് സി നായർ, വടക്കഞ്ചേരി കിഴക്കഞ്ചേരി ആനപ്പാറ വീട്ടിൽ പ്രശാന്ത് എന്നിവരാണ് രേഖകളില്ലാത്ത 1 കോടി രൂപയുമായി പോലീസിന്റെയും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെയും സംയുക്ത പരിശോധനയിൽ പിടിയിലായത്. ബാംഗ്ലൂരിൽ നിന്ന് വടക്കഞ്ചേരിയിൽ പണമെത്തിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. കർണാടക രജിസ്ട്രേഷനുള്ള സഖിയ കാർണിവൽ കാറിലാണ് പണം കടത്തിയത്. കാറും പണവും പോലീസ് പിടിച്ചെടുത്തു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് IPSന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ASP അശ്വതി ജിജി IPS, പാലക്കാട് നാർക്കോട്ടിക് സെൽ DYSP R. അബ്ദുൾ മുനീർ എന്നിവരുടെ നിർദ്ദേശപ്രകാരം വാളയാർ ഇൻസ്പെക്ടർ NS രാജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസും പാലക്കാട് ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്നാണ് പരിശോധന നടത്തിയത്. ബാംഗ്ലൂരിലെ പണമിടപാടും വടക്കഞ്ചേരിയിലെ വിതരണ ശൃംഖലയെക്കുറിച്ചും പോലീസ് അന്വേഷിക്കും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കത്തെ എന്തു വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ഷിറാസ്. വൈദ്യുതി ബോർഡിലെ വിവിധ തൊഴിൽ വിഷയങ്ങൾ ഉന്നയിച്ച് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു AM ഷിറാസ്. PPP മാതൃകയിലായാലും സംയുക്ത സംരംഭമെന്ന നിലയിലായാലും സ്വകാര്യവൽക്കരണത്തിനുള്ള പാതയൊരുക്കാനാണ് മാനേജ്മെന്റ് ശ്രമിക്കുന്നത്. ഇതിനെതിരെ പണിമുടക്കുൾപ്പെടെ വൻ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും AM ഷിറാസ് പറഞ്ഞു. ഫെഡറേഷൻ ഒക്ടോബർ മാസം 26-ാം തീയതി മുതൽ സംസ്ഥാന വ്യാപകമായി നടത്തിവന്ന ഒരു പ്രതിഷേധ സമരത്തിന്റെ പാലക്കാട് ജില്ലയിലെ സമാപനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ സംഘടന കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ മുദ്രാവാക്യങ്ങളൊന്നും എടുത്തുകൊണ്ടല്ല ഇത്തരമൊരു സമരത്തിലേക്ക് കടന്നു വന്നത്. ഈ വ്യവസായത്തെ ബാധിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾ അത് സ്ഥാപനത്തിൻ്റെതായിരുന്നാലും ഈ വ്യവസായത്തിലെ തൊഴിലാളികളുടേതായിരുന്നാലും ഇതിനകത്ത് നിന്ന് പടിയിറങ്ങിപ്പോയ പെൻഷൻകാരുടേതായിരുന്നാലും ഈ സ്ഥാപനത്തെ സഹായിക്കാൻ പണിയെടുക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികളുടേതായിരുന്നാലും അത്തരം വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് വർക്കേഴ്സ് ഫെഡറേഷൻ എക്കാലവും മുന്നോട്ട് പോയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഇപ്പോ ഈ സന്ദർഭത്തിൽ നമ്മുടെ സ്ഥാപനത്തിനെതിരായി ശക്തമായ തരത്തിൽ ഒട്ടേറെ പ്രതിരോധങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യം നമ്മൾ കാണുന്നതാണ്. ഫെഡറേഷൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് M. രമേശ് അധ്യക്ഷത വഹിച്ചു.
AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, സംസ്ഥാന സെക്രട്ടറി MC ആനന്ദൻ, ജില്ലാ സെക്രട്ടറി V കൃഷ്ണദാസ്, KICB ഓഫീസേഴ്സ് ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി KK ശശിധരൻ, ഡിവിഷൻ സെക്രട്ടറിമാരായ PR നന്ദകുമാർ, P പരമൻ, K കനകദാസ്, മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വൈദ്യുതി ബോർഡിൽ തസ്തികകൾ വെട്ടിക്കുറയ്ക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ഇലക്ട്രിസിറ്റി വർക്കർമാരുടേതുൾപ്പെടെയുള്ള പ്രമോഷനുകളും നിയമനങ്ങളും അടിയന്തരമായി നടത്തുക, ആശ്രിത നിയമന വ്യവസ്ഥ പ്രകാരമുള്ള നിയമനങ്ങൾ വേഗത്തിലാക്കുക, DA ഉൾപ്പെടെയുള്ള ആനുകൂല്യ നിഷേധം അവസാനിപ്പിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക, മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന തലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് ഫെഡറേഷൻ പാലക്കാട് സർക്കിൾ ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ വെൽഫെയർ പാർട്ടി പത്തിരിപ്പാലയിൽ പ്രതിഷേധ ജ്വാല നടത്തി. നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ ടൗണിൽ പ്രതിഷേധ പ്രകടനവും സംഘടിപ്പിച്ചു. പ്രതിഷേധജ്വാല അനസ് സക്കീർ ഉദ്ഘാടനം ചെയ്തു. ഉമ്മർ ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. ജാഫർ പത്തിരിപ്പാല, ഷംസുദ്ദീൻ മാങ്കുറിശി, ഷംസുദ്ദീൻ പത്തിരിപ്പാല, മുജീബ് ലക്കിടി, TM ഇക്ബാൽ, നാസർ, ഷിഹാബ്, നജ്മുദ്ദീൻ, റഫീഖ്, യൂനസ് എന്നിവർ പ്രസംഗിച്ചു. എല്ലാ ഭാരങ്ങളും ചുമത്തിക്കൊണ്ട് ജനങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനെതിരെ പ്രതിഷേധിക്കുവാൻ എല്ലാ ജനങ്ങളും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത്. പ്രത്യേകിച്ച് പാർട്ടിയിലെ പ്രാദേശിക ഘടകങ്ങൾ തൊട്ട് സംസ്ഥാന കമ്മിറ്റി വരെ ഇതിനെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ അവർ മാത്രം അഴിമതി എല്ലാം നടത്തിക്കൊണ്ട് അവരും അവരുടെ കുടുംബങ്ങളും മാത്രം ജീവിച്ചാൽ മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ കോട്ടായി ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ വെൽഫെയർ പാർട്ടി പ്രതിഷേധ ധർണ നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം റിയാസ് ഖാലിദ് ധർണ ഉദ്ഘാടനം ചെയ്തു. വെൽഫെയർ പാർട്ടി സിന്ദാബാദ്, വെൽഫെയർ പാർട്ടി സിന്ദാബാദ്. ഉപ്പിന് ചപ്പിന് കടുകിന് മുളകിന്, ഉപ്പിന് ചപ്പിന് കടുകിന് മുളകിന്, ഓരോ ദിനവും വിലയേറുമ്പോൾ അന്നത്തെ അന്നത്തിന് പാതിരവരെ പണിയെടുക്കും. വെൽഫെയർ പാർട്ടി തരൂർ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മോഹനൻ കോട്ടായി, VV സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഷംസുദ്ദീൻ കോട്ടായി സ്വാഗതവും തരൂർ മണ്ഡലം സെക്രട്ടറി ഷംസുദ്ദീൻ തോണിപ്പാടം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വൈദ്യുതി ചാർജ് വർധനയ്ക്കെതിരെ INTUC ഷൊർണൂർ റീജിയണൽ കമ്മിറ്റി ടൗണിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗത്തിൽ INTUC റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ K കൃഷ്ണകുമാർ, VK ശ്രീകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. നേതാക്കളായ ആനന്ദ് V നായർ, അബ്ദുൽ ഖാദർ വാക്കയിൽ, KP മുഹമ്മദ് അലി, അബ്ദുൾ റസാഖ്, KP വേണുഗോപാലൻ, TS വിനയകുമാർ, സുശീൽ കുമാർ, R സുരേഷ് ബാബു, ഗീത, ശ്രീലത, വിനോദ് പുത്തൻവീട്ടിൽ, പ്രിയദർശൻ, വിജയഭാനു, അജയ് ഘോഷ്, മുത്തു പരത്തിപ്ര, സുജിത് കുമാർ, പരമേശ്വരൻ, വിൻസെന്റ്, രാജേഷ്, വിനോദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. ഇതോടെ പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി K സുജിത വിജയിച്ചത്. ആവേശകരമായ പ്രചരണത്തിന് ശേഷം ചാലിശ്ശേരി പഞ്ചായത്തിലെ 9ാം വാർഡിലേക്ക് കഴിഞ്ഞ ദിവസം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന വിജയമാണ് UDF നേടിയത്. UDF സ്ഥാനാർത്ഥി K സുജിത 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. ഇതോടെ പഞ്ചായത്തിൽ ഭരണം UDF നിലനിർത്തി. UDF സ്ഥാനാർത്ഥിക്ക് 479 വോട്ട് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് 375 വോട്ടുകളാണ് നേടാനായത്. BJPക്ക് 98 വോട്ടുകൾ ലഭിച്ചു. വിജയിച്ച UDF സ്ഥാനാർത്ഥിയെ നേതാക്കൾ ഷാൾ അണിയിച്ചു. തുടർന്ന് ആഹ്ലാദ പ്രകടനം നടന്നു. അഭിവാദ്യങ്ങൾ
15 വാർഡുകളുള്ള ചാലിശ്ശേരി പഞ്ചായത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 വാർഡുകൾ കരസ്ഥമാക്കിയാണ് UDF അധികാരത്തിലെത്തിയത്. മാസങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കോൺഗ്രസിലെ AV സന്ധ്യ പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെച്ചിരുന്നു. കോൺഗ്രസിലെ പടലപ്പിണക്കമായിരുന്നു ഇതിന് കാരണം. തുടർന്ന് പുതിയ പ്രസിഡന്റായി കോൺഗ്രസിലെ വിജീഷ് കുട്ടനെ തെരഞ്ഞെടുത്തു. കക്ഷിനില തുല്യമായ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമായിരുന്നു. വിജയം നേടിയതോടെ UDF ഭരണത്തിൽ തുടരും. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാത്തൂർ മേഖലയിൽ ക്ഷേത്ര കവർച്ച നടത്തുന്നത് കുട്ടിക്കള്ളന്മാരെന്ന് പോലീസ്. മോഷ്ടാക്കളിൽ 2 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവർ വിദ്യാർത്ഥികളാണ്. മൂന്നാമത്തെ ആളെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി മാത്തൂർ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഭണ്ഡാരം കുത്തിത്തുറന്നുള്ള മോഷണക്കേസുകളിൽ പോലീസ് അന്വേഷണം നടത്തിയപ്പോൾ പിടിക്കപ്പെട്ടത് കുട്ടിക്കള്ളന്മാർ. മോഷണം നടന്ന കാവിൽ ഭഗവതി ക്ഷേത്രത്തിൽ കോട്ടായി പോലീസും പാലക്കാട്ട് നിന്നെത്തിയ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തിയിരുന്നു. അന്വേഷണം ഊർജിതപ്പെടുത്തിയപ്പോൾ നാട്ടുകാരെയും ക്ഷേത്ര കമ്മിറ്റിക്കാരെയും അത്ഭുതപ്പെടുത്തി പിടിക്കപ്പെട്ടത് സ്കൂൾ വിദ്യാർത്ഥികളാണ്. ഇവരിൽ 2 പേരെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെയാളെക്കുറിച്ച് വിവരം ശേഖരിച്ചു വരികയാണ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ മാത്തൂർ മേഖലയിൽ 4 ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തൃശൂർ കൊട്ടേക്കാട് സ്കൂട്ടറിന് തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പേരാമംഗലം സ്വദേശി 24 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് യുവാവ് മരിച്ചത്. ഇന്നലെ രാത്രി 8:30 കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിൽ വെച്ചായിരുന്നു സംഭവം. തൃശൂരിൽ നിന്ന് മുണ്ടൂരിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടമുണ്ടായത്. വിഷ്ണു സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കൊട്ടേക്കാട് പള്ളിക്ക് മുന്നിലെ വളവിൽ വെച്ച് നിരങ്ങി മറിയുകയായിരുന്നു. വീഴ്ചയിൽ സ്കൂട്ടറിൽ നിന്ന് പെട്രോൾ ചോർന്നിരുന്നു. വീണ സ്കൂട്ടർ നേരെയാക്കി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തീ ആളിപ്പടർന്നു. തീപിടുത്തത്തിൽ സാരമായി പൊള്ളലേറ്റ വിഷ്ണുവിനെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. അപകട വിവരമറിഞ്ഞ് വിയ്യൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. 55% പൊള്ളലേറ്റ വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെ 10 മണിയോടെയാണ് മരണപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൊപ്പം പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് മദ്യപിച്ച് എത്തിയവരാണെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടതായും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പട്ടാമ്പിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരത്തിനിടെ കഴിഞ്ഞ ദിവസം കയ്യാങ്കളിയുണ്ടാവുകയും സംഘാടക സമിതിയിലെ ഒരാൾക്ക് പരിക്കേൽക്കുകയുമുണ്ടായി. സംഭവത്തിൽ 3 പേർക്കെതിരെ കൊപ്പം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കൊപ്പം പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത്. ഫുട്ബോൾ മത്സരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളല്ല സംഘർഷാവസ്ഥയ്ക്ക് ഇടവരുത്തിയതെന്നും നല്ല നിലയിൽ നടന്നുവന്നിരുന്ന മത്സരം തടസ്സപ്പെടുത്താൻ ചില മദ്യപാനികൾ എത്തിയതാണ് കയ്യാങ്കളിയിലേക്ക് വഴിവെച്ചതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവർ ആഘോഷവേളകൾക്ക് തടസ്സമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിൽ ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുമെന്നും പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അപ്പോൾ ഈ ഫുട്ബോൾ മത്സരവുമായും യാതൊരുവിധ പ്രശ്നങ്ങളോ ഇല്ലാതെ നല്ല രീതിയിലാണ് അവസാനിപ്പിച്ചത്. ഇത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ട ചില സാമൂഹ്യ ദ്രോഹികൾ ആണ് അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടത്തിയത്. നമ്മൾ ഈ പരിക്ക് പറ്റിയ സംഘാടക സമിതി അംഗത്തെ പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യുകയും അനന്തര ചികിത്സകളൊക്കെ നടത്തി വരികയാണ്. അതിന് മൂക്കിനും അതുപോലെ തന്നെ പല്ലിനൊക്കെ വലിയ പരിക്ക് പറ്റി അതിൻ്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഈ സാമൂഹ്യ വിരുദ്ധർക്കെതിരായി ശക്തമായി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ തന്നെ ഡിവൈഎസ്പിക്ക് ഷൊർണൂർ ഡിവൈഎസ്പിക്ക് നേരിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായി നടപടിയെടുക്കണമെന്നും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പഞ്ചായത്തിൽ മികച്ച നിലയിലാണ് കേരളോത്സവം പുരോഗമിക്കുന്നത്. യുവജനങ്ങളുടെ വലിയ പങ്കാളിത്തമുണ്ട്. ഇതെല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അനുവദിക്കില്ല. തെറ്റായ പ്രചരണങ്ങൾ തള്ളിക്കളയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. വാർത്താസമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് കെ ബീന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TB വത്സല, പഞ്ചായത്ത് അംഗം കെ വേലായുധൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക്. പ്രാഥമിക പഠനത്തിനു ശേഷം
ഹരിത കേരള മിഷന്റെ സഹായത്തോടെയാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങളിലേക്ക് നഗരസഭ ചുവടുവെച്ചത്. പാലക്കാട് ജില്ലയിൽ കാർബൺ സന്തുലിതാവസ്ഥ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ തദ്ദേശ സ്ഥാപനമായി ഒറ്റപ്പാലം മാറുകയാണ്. ഇതര തദ്ദേശ സ്ഥാപനങ്ങൾ കാർബൺ സന്തുലിത പദ്ധതിയുടെ പ്രാഥമിക പഠനം തുടങ്ങുന്ന ഘട്ടത്തിൽ മാത്രം എത്തി നിൽക്കുമ്പോൾ പഠനം പൂർത്തിയാക്കി ആദ്യഘട്ടം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഒറ്റപ്പാലം നഗരസഭ. ഇതിനു മുന്നോടിയായി ഹരിത കേരള മിഷൻ അധികൃതരുമായി ചർച്ചകൾ പൂർത്തിയായെന്ന് നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി പറഞ്ഞു. ആദ്യഘട്ടം തുടങ്ങുന്നതിന്റെ ഭാഗമായി 24-ന് നിലവിലുള്ള വിദഗ്ധ സമിതിയുടെ യോഗം നടക്കും. KSEB ഉദ്യോഗസ്ഥർ, കൃഷി ഓഫീസർ, കോളേജ് പ്രൊഫസർമാർ, വകുപ്പ് മേധാവികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി സമിതി വിപുലീകരിക്കും. തുടർന്ന് കാർബൺ സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം ബോധവൽക്കരിക്കാൻ ജനുവരി 1-ന് കൺവെൻഷൻ നടത്തും. തുടർന്ന് ഇത് സംബന്ധിച്ച് പ്രത്യേക വാട്സഭകൾ ചേരുമെന്നും അധികൃതർ പറഞ്ഞു. വ്യാപാരികൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ളവർക്ക് ബോധവൽക്കരണം നൽകും. വൈദ്യുതി ഉപയോഗം കുറയ്ക്കൽ, മാലിന്യ സംസ്കരണം, തരിശുരഹിത നഗരം, പച്ചത്തുരുത്ത് നിർമ്മിക്കൽ തുടങ്ങിയ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. ആദ്യഘട്ടം മാർച്ചിൽ പൂർത്തിയാക്കാൻ തീരുമാനമായി. പ്രാഥമിക പഠനത്തിൽ ഒറ്റപ്പാലം നഗരസഭാ പരിധിയിൽ 50,974 ടൺ കാർബൺ പുറംതള്ളിയെന്നായിരുന്നു കണ്ടെത്തിയത്. എനർജി ഓഡിറ്റ് നടത്തി ഓഫീസുകളിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എനർജിയുടെ ഉപയോഗം കുറയ്ക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, മാലിന്യ സംസ്കരണത്തിൽ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. എല്ലാ വീടുകളിലേക്കും 2600 ബയോബില്ലുകൾ ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ഒരു തുടർ പ്രക്രിയ ഈ ഹരിതകർമ്മസേന അംഗങ്ങളെ വെച്ചുകൊണ്ട് യുവക്കൾ ഉൾപ്പെടെ രണ്ടാമത് ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം അതിനോടൊപ്പം നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായും ഈ കാർബൺ സന്തുലിത ഒറ്റപ്പാലം എന്നുള്ളത് കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഉദ്ദേശിച്ച പദ്ധതിയാണ്. അതിന്റെ ഒരു വലിയ മുന്നോട്ട് പോക്കാണ്, വലിയ ചുവടുവയ്പ്പാണ് ഒറ്റപ്പാലം നഗരസഭ നടത്തിയിരിക്കുന്നത്. തീർച്ചയായും ഗവൺമെന്റ് ഈ കാര്യത്തിൽ ഒറ്റപ്പാലം നഗരസഭയെ പരിഗണിക്കുന്നു. ജില്ലയിലെ ആദ്യത്തെ നഗരസഭയായി ഒറ്റപ്പാലം നഗരസഭയെ പരിഗണിക്കുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. നഗരസഭ ഇപ്പോൾ വലിയൊരു പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം, ലോകത്താകെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഒരു പ്രതിസന്ധി നടന്നിട്ടുള്ള സാഹചര്യത്തെ നഗരസഭ മുൻകൂട്ടി കണ്ട് അതിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനം. 2 വർഷത്തെ കണക്ക് പ്രകാരം പുറംതള്ളപ്പെടുന്ന കാർബണിന്റെ അളവ് 7.4% വർദ്ധിച്ചതായും പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. നഗരസഭാ പരിധിയിലെ 30 വാർഡുകളിൽ നിന്നുള്ള 10,000 വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും വൈദ്യുതി, പെട്രോൾ, ഡീസൽ, പാചകവാതകം തുടങ്ങിയവയുടെ ഉപയോഗം കണക്കാക്കിയാണ് കാർബൺ പുറന്തള്ളൽ വിലയിരുത്തിയത്. കാർബൺ ന്യൂട്രൽ ഒറ്റപ്പാലം എന്ന പദ്ധതിയായി ബജറ്റിൽ ഉൾപ്പെടുത്തിയായിരുന്നു പ്രവർത്തനങ്ങൾ. പ്രാഥമിക പഠനത്തിന് ശേഷം ബയോബിൻ വിതരണം, ഇനാകുളം വിതരണം തുടങ്ങിയവയും നഗരസഭ ആരംഭിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പി സൈദലവി, റിസോഴ്സ് പേഴ്സൺ കെ സിത്താര, ശശി കോട്ടയിൽ, സെക്രട്ടറി പ്രദീപ് തുടങ്ങിയവർ ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ മുതലാളിത്ത ചങ്ങാത്ത ഭരണത്തിനെതിരെ CPI പാലക്കാട് മണ്ഡലം കമ്മിറ്റി പറളി ചന്തപ്പുരയിൽ സായാഹ്ന ധർണ നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി ധർണ ഉദ്ഘാടനം ചെയ്തു. CPI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം KV ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി മുരളി കെ താരക്കാട് മുഖ്യപ്രഭാഷണം നടത്തി. KR മോഹൻദാസ്, AS ശിവദാസ്, K രേണുകാദേവി, തങ്കപ്പൻ, K ശഷിജ, ജയകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. CPI പറളി ലോക്കൽ സെക്രട്ടറി PD ശശികുമാർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കും മുതലാളിത്ത ചങ്ങാത്തത്തിനുമെതിരെ CPI ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റി കുളപ്പുള്ളിയിൽ സായാഹ്ന ധർണ നടത്തി. CPI ജില്ലാ കൌൺസിൽ അംഗം S രാമകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെടുന്നത് കൂടുതൽ ഈ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷ കക്ഷികൾ കൂടുതൽ ഐക്യത്തോടു കൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വളരെ ക്രമത്തിലുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റിന് എതിരെ ഒന്നിച്ച് നീങ്ങണം എന്നുള്ള അഭിപ്രായമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. സായാഹ്ന ധർണയിൽ മണ്ഡലം സെക്രട്ടറി MS പൗലോസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കമ്മിറ്റി അംഗം ജയപ്രകാശ് സ്വാഗതം പറഞ്ഞു.
സംസ്ഥാന കൗൺസിൽ അംഗം OK സൈദലവി മുഖ്യപ്രഭാഷണം നടത്തി. EK സുഭാഷ് നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മണ്ണൂരിൽ സഹപ്രവർത്തകരെ ശത്രുക്കളായി കാണുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റെന്ന് പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷെഫീഖ്. കോൺഗ്രസുകാരെ ശത്രുക്കളായി കാണുന്ന മണ്ഡലം പ്രസിഡന്റിന്റെ നിലപാടിനെതിരെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് ഹുസൈൻ ഷെഫീഖ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഫുട്ബോൾ മത്സരത്തിനിടെ നടന്ന സംഘർഷത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു. അവരെ മർദ്ദിച്ച എതിരാളികളെ യൂത്ത് കോൺഗ്രസുകാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റിന്റെ തെറ്റായ പ്രചരണം നിരാശാജനകമാണെന്ന് ഹുസൈൻ ഷഫീഖ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് അല്ലാത്തവരെ യൂത്ത് കോൺഗ്രസായും കോൺഗ്രസുകാരെ ശത്രുക്കളായും കാണുന്ന മണ്ഡലം പ്രസിഡന്റിന്റെ ഇരട്ടത്താപ്പ് നയത്തിൽ യഥാർത്ഥ കോൺഗ്രസുകാർക്ക് പ്രതിഷേധമുണ്ട്. ഇത്തരം തെറ്റായ പ്രചരണങ്ങളെ ശക്തമായി നേരിടും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിന് പരാതി നൽകുമെന്നും ഹുസൈൻ ഷഫീഖ് വ്യക്തമാക്കി. കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കമ്മിറ്റിയും ഇപ്പോൾ എതിരെ നിൽക്കുകയാണ്. കാരണം കോൺഗ്രസ് പ്രവർത്തകർക്ക് സപ്പോർട്ട് നിൽക്കുന്ന മണ്ഡലം പ്രസിഡന്റും മണ്ഡലം കമ്മിറ്റിയും ഒരു ബന്ധവുമില്ലാത്ത, പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്ത, യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് അവരോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരെ എതിർക്കുന്ന ഒരു പ്രവണതയാണ് മണ്ണൂർ പഞ്ചായത്തിൽ ഇപ്പോൾ കണ്ടുവരുന്നത്. ഇത്തരത്തിലുള്ള മണ്ഡലം പ്രസിഡന്റും കമ്മിറ്റിയും, കാരണം 10 പ്രവർത്തകരെ കൂട്ടി ഒരു പ്രകടനം നടത്തുവാൻ പോലും കഴിയാത്ത മണ്ഡലം കമ്മിറ്റി കൂട്ടുമുക്ക് സെന്ററിൽ 10 ആൾക്കാരെ തയ്ക്കാതെ അവിടെ നിന്നുകൊണ്ട് പ്രകടനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഫോട്ടോ എടുത്ത് പത്രമാധ്യമ ദൃശ്യമാധ്യമങ്ങൾ കൊടുക്കുന്ന ഈ മണ്ഡലം പ്രസിഡന്റ് ഒരു കാര്യം മനസ്സിലാക്കണം. മണ്ണൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തകരുള്ള ഈ 2ാം വാർഡിൽ ആ പ്രദേശത്തെ പ്രവർത്തകരെ ആക്രമിച്ചതിൽ അവരോടൊപ്പം നിൽക്കേണ്ട മണ്ഡലം പ്രസിഡന്റ് ഇത്തരത്തിലുള്ള എതിരാളികളോടൊപ്പം നിൽക്കുന്നത് തികച്ചും രാഷ്ട്രീയ പ്രേരിതം മാത്രമല്ല, രാഷ്ട്രീയത്തിന് എതിരാണ്, കോൺഗ്രസ് പാർട്ടിക്ക് എതിരാണ് എന്നീ സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ എതിർകക്ഷിയായ CPM-ന്റെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളെ പോയി സന്ദർശിക്കുന്ന ഒരു പ്രവണതയാണ് മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ നിൽക്കുന്നത് പഞ്ചായത്ത് മെമ്പറെ ആക്രമിച്ച കേസിൽ കോടതി ശിക്ഷിച്ച 2 ആളുകളുടെ കൂടെയാണ് മണ്ഡലം പ്രസിഡന്റ് ഇപ്പോൾ നടക്കുന്നത്. മണ്ഡലം പ്രസിഡന്റ് കൂട്ടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ കോടതി ശിക്ഷിക്കപ്പെട്ട ആളാണ്. അതേപോലെ തന്നെ കോടതി ശിക്ഷിക്കപ്പെട്ട ഈ ഒരു ആൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മണ്ഡലം പ്രസിഡന്റ് മുന്നോട്ട് പോകുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് NY നവാസ്, പഞ്ചായത്ത് അംഗം സുനിത, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി PM മോഹൻദാസ്, യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മണികണ്ഠൻ, മണ്ഡലം സെക്രട്ടറി ഫഹദ്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി റസാഖ് നെല്ലിക്കാട്, മുരളി, അഭീഷ്, PM സുബൈർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അവർ ഈ പരിപാടിയിലേക്കും നമ്മൾ ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. അപ്പൊ ഇവര് ഈ പറഞ്ഞു നടക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു നടക്കുന്ന മണ്ഡലം പ്രസിഡന്റും ഇവിടെ അതിന് നിങ്ങൾ പറയുന്നത് ഒരു തെറ്റാണ്. അപ്പൊ അത് ഇതിനു വേണ്ടി നമ്മൾ DC പ്രസിഡന്റ് നമ്മൾ നടപടി എടുക്കാൻ വേണ്ടി നമ്മളൊരു കത്ത് നമ്മൾ നൽകുന്നതാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂർ ഏകാദശി ഭക്തിസാന്ദ്രം. ആഘോഷ നിറവിലാണ് ഗുരുവായൂർ. കഴിഞ്ഞ ദിവസം മുതൽ ക്ഷേത്രത്തിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ 7 മുതൽ ആധ്യാത്മിക ഹാളിൽ ശ്രീമദ് ഗീതാ പാരായണം ആരംഭിച്ചു. ദേവസ്വം വകയാണ് ചുറ്റുവിളക്ക്. ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് ഗോതമ്പ് ചോറ്, കാളൻ, പുഴുക്ക്, ഗോതമ്പ് പായസം എന്നിവയോടെ പ്രത്യേക സദ്യ ക്ഷേത്രം ഊട്ടുപുരയിൽ നടന്നു. കിഴക്കേ നടയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ദർശനത്തിനും പ്രസാദത്തിനും പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിരുന്നു. വൃശ്ചികമാസ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വ്രതശുദ്ധിയുമായി ഏകാദശി നാളിൽ ഗുരുഭവനപുരിയിലെത്തിയത് 10,000-ങ്ങൾ. വൃശ്ചികത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശിയോടെ 1 മാസമായി ക്ഷേത്രത്തിൽ നടന്നുവന്നിരുന്ന ചുറ്റുവിളക്ക് ആഘോഷത്തിന് സമാപനമാകും. ദർശന സൗകര്യത്തിനായി ഇന്നലെ പുലർച്ചെ 3 മണി മുതൽ നാളെ രാവിലെ 9 വരെ ക്ഷേത്രനട തുറന്നിട്ടിരിക്കുകയാണ്. രാത്രിയിലും പൂർണ്ണസമയം ദർശനം നടത്താം. ഏകാദശിയോടനുബന്ധിച്ച് രാവിലെ 6:30-ന് ഒരാനയുമായി പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഗോകുൽ തിടമ്പേറ്റി. ഏകാദശി വ്രതം നോറ്റെത്തുന്ന ഭക്തർക്ക് ദേവസ്വം പ്രസാദഊട്ടൊരുക്കി. ഗുരുവായൂർ ACP KM ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ പോലീസ് സംവിധാനമാണ് സുരക്ഷയ്ക്കായി ഒരുക്കിയത്. സത്രം ഗേറ്റിലൂടെ ദേവസ്വം മൾട്ടി ലെവൽ പാർക്കിംഗ് സെൻറ്റർ വഴി ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെ ക്യൂ നീണ്ടു. ഏകാദശി വ്രത പൂർണ്ണതയ്ക്കായി വ്യാഴാഴ്ച ദ്വാദശിപ്പണ സമർപ്പണം നടക്കും.
വെള്ളിയാഴ്ച നടക്കുന്ന ത്രയോദശി ഊട്ടോടെയാണ് ചടങ്ങുകൾ സമാപിക്കുക. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഏകാദശി വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ദർശനത്തിനും പ്രസാദഊട്ടിനുമായി നൂറുകണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് പട്ടാമ്പി ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് നടത്തിയത്. രാവിലെ ക്ഷേത്രത്തിൽ കളഭാഭിഷേകം, ശാസ്ത്രനാമ പുഷ്പാഞ്ജലി തുടങ്ങി വിശേഷ ചടങ്ങുകൾ നടന്നു. നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര ദർശനത്തിനെത്തി. ക്ഷേത്ര തിരുനടയിൽ അഖണ്ഡ നാമജപ നൃത്തയജ്ഞവും അരങ്ങേറി. ഭക്തജനങ്ങൾക്ക് അന്നദാനവും ഒരുക്കിയിരുന്നു. വൈകിട്ട് ഏകാദശി സന്ധ്യാദീപ സമർപ്പണമുണ്ടായി. വിശേഷ നെയ്ദീപ സമർപ്പണം, നാദസ്വരം, കഥാപ്രസംഗം എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വില്വാതിരിയിൽ പുനർജനി നൂണ് വിശ്വാസികൾക്ക് ജന്മസുകൃതം. ഗുരുവായൂർ ഏകാദശി നാളിലാണ് തിരുവില്ലാമല വില്വാതിരിനാഥ ക്ഷേത്രത്തിന് സമീപമുള്ള മലയിലെ ഗുഹയിലൂടെ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത്. വിശ്വാസ തീവ്രതയോടെയാണ് ഭക്തർ തിരുവില്ലാമലയിലെ പുനർജനി ഗുഹ നൂഴുന്നത്. ക്ലേശകരമായ ഗുഹ താണ്ടുന്നതോടെ ജന്മപാപങ്ങളിൽ നിന്ന് മോചിതമായി പുനർജന്മത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവസ്വത്തിന്റെ ടോക്കൺ പ്രകാരം പുലർച്ചെ ചടങ്ങുകൾ തുടങ്ങി. പോലീസിന്റെ സേവനമുണ്ട്, അതുപോലെ തന്നെ ഹെൽത്തിന്റെ ആരോഗ്യവകുപ്പിന്റെ സേവനമുണ്ട്. പഞ്ചായത്ത് വളരെ ജാഗ്രതാപൂർണമായ നിലയിൽ അവിടെ ആ എല്ലാ ആവശ്യങ്ങൾക്കും മുന്നിലുണ്ട്. പഞ്ചായത്തിനോട് ഞങ്ങൾ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതൊരു ക്രൗഡിന്റെയും ഉപോൽപ്പന്നം എന്ന് പറയുന്നത് മാലിന്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് എന്ന് നിഷ്കർഷിച്ചതിന്റെ ഭാഗമായി ഹരിതകർമ്മ സേന വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധി ഭക്തജനങ്ങൾ പുനർജനി നൂഴൽ ചടങ്ങിന് എത്തിയിരുന്നു. തല നോക്കണേ, സാറൊന്ന് തല നോക്കണേ. ഈസി അവിടെ ഇരുന്നിട്ട് മെല്ലെ കയറിയാൽ മതിയായിരുന്നു. അതന്നെ അതന്നെ ചവിട്ട് കിട്ടാലോ. സുഖം തുറന്നോക്കണം. പിന്നെ ഞാൻ എന്താ ചെയ്യേ, നിങ്ങളവിടെ കഥയും പറഞ്ഞു. പഞ്ചായത്തും ദേവസ്വം ബോർഡും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ക്ഷേത്രത്തിൽ രാവിലെ 5 മണിക്ക് നിർമ്മാല്യ ദർശനം, വിശേഷ പൂജ, തുടർന്ന് പുനർജനി ഗുഹാമുഖത്തേക്ക് നാമജപ ഘോഷയാത്ര എന്നിവ നടന്നു. രാവിലെ 8-ന് കാഴ്ചശീവേലി ആരംഭിച്ചു. മേളം, പഞ്ചവാദ്യം, തുടർന്ന് സമ്പൂർണ്ണ ഭഗവത്ഗീത പാരായണം എന്നിവയുണ്ടായി. വൈകിട്ട് ദീപാരാധന, സമ്പൂർണ്ണ വിളക്കുവെപ്പ്, തായമ്പക എന്നിവയും നടന്നു. ഏകാദശി നോറ്റ ഭക്തർക്ക് ഗോതമ്പുപ്പുമാവും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം 1000-നടുത്ത് ഭക്തജനങ്ങൾക്കാണ് പുനർജനി നൂഴാനുള്ള ടോക്കൺ വിതരണം ചെയ്തത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തർ പുനർജനി ഗുഹ നൂഴാൻ തിരുവില്ലാമലയിൽ എത്തുക പതിവാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഗുരുവായൂർ ഏകാദശിയോടനുബന്ധിച്ച് കുളപ്പുള്ളി എരിപുരം വിഷ്ണുക്ഷേത്രത്തിൽ ഏകാദശി സംഗീതോത്സവം നടന്നു. ദേവസ്വം ട്രസ്റ്റി ജയൻ, കലാഭവൻ സന്ധ്യ, ചന്ദ്രശേഖരൻ കോട്ട്, ദിലീപ് തൃക്കടേരി, നാരായണൻ, മനോജ് എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ സന്ധ്യ ആദ്യ കച്ചേരി അവതരിപ്പിച്ചു. നിരവധി സംഗീതജ്ഞർ സംഗീതാർച്ചന നടത്തി. Oh
തൃശൂർ നഗരത്തിൽ നടുറോഡിൽ വാഹനങ്ങൾക്കിടയിലൂടെ യുവാവിന്റെ അപകടകരമായ സ്കേറ്റിംഗ് അഭ്യാസ പ്രകടനം. സ്വരാജ് റൌണ്ടിലാണ് യുവാവ് അപകടകരമായ അഭ്യാസം നടത്തിയത്. സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. സ്കേറ്റിംഗിനിടെ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയുടെ പിറകിൽ പിടിച്ച് യാത്ര ചെയ്ത യുവാവ് 2 ബസ്സുകൾക്കിടയിലൂടെയും അതിസാഹസികമായി സ്കേറ്റ് ചെയ്തു. ഇങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ചു. സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തിരക്കേറിയ റോഡിൽ യുവാവിൻ്റെ സ്കേറ്റിംഗ് മറ്റ് യാത്രക്കാർക്കും അപകടം ഉണ്ടാക്കും വിധമായിരുന്നു. സംഭവത്തിൽ പോലീസിൻ്റെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. AR മേനോൻ റോഡ് വഴി നായ്ക്കനാൽ ജംഗ്ഷനിലൂടെ സ്വരാജ് റൗണ്ടിലേക്ക് പ്രവേശിച്ച യുവാവ് മുനിസിപ്പൽ ഓഫീസ് റോഡ് വഴി ശക്തൻ നഗറിലേക്ക് പോയതായി പോലീസ് കണ്ടെത്തി. അതേസമയം സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. KSBI പട്ടാമ്പി താലൂക്ക് 56-ാം വാർഷിക സമ്മേളനം മേലെ പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. ഹൈസ്കൂൾ പരിസരത്തു നിന്ന് പ്രകടനമായാണ് അംഗങ്ങൾ സമ്മേളന നഗരിയിലെത്തിയത്. സ്വാഗത സംഘം രക്ഷാധികാരി CP രാധാകൃഷ്ണൻ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തി. KSBI സംസ്ഥാന കമ്മിറ്റി അംഗം A. സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സമ്മേളനം 68 സംഘടന രൂപീകരിച്ചെങ്കിലും ഈ സംഘടന പാലക്കാട് ജില്ല കോട്ടവിധാനത്തിൽ വെച്ചിട്ടാണ് 1001 സമ്മേളനം നടത്തിയത്. ആ സമ്മേളനം നടത്തിയ കാലഘട്ടത്തിൽ 2012 വരെ 2 വർഷത്തിൽ ഒരിക്കലായിരുന്നു സമ്മേളനം നടക്കാൻ തീരുമാനിച്ചത്. അത് 2012 വാർഷിക സംസ്ഥാന സമ്മേളനത്തിന് 3 വർഷത്തിൽ സമ്മേളനം നടത്തിയാൽ മതി എന്ന് ആലോചിതമായി നമ്മുടെ സംഘടനാ സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ച പ്രകാരമാണ് നടന്നത്. ആ സമ്മേളനം കേരളത്തിലെ നമ്മുടെ വലിപ്പം ആനയുടെ വലിപ്പം ആനയ്ക്ക് അറിയില്ല പറഞ്ഞ പോലെ നമ്മുടെ വലിപ്പം കേരളത്തിലെ 14 ജില്ലകളിലും ബ്ലോക്ക് യൂണിറ്റ് മുതൽ ബ്ലോക്ക് വരെ താലൂക്ക് വരെ ജില്ല വരെ സംസ്ഥാന സമ്മേളനം ഐക്യകണ്ഠമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ ജനാധിപത്യ രീതിയിലേക്ക് ഇന്നും KSBI നേതൃത്വം കൊടുത്തു വരികയാണ്. താലൂക്ക് പ്രസിഡന്റ് V. മനോജ് അധ്യക്ഷത വഹിച്ചു. KV. സുനീഷ് സ്വാഗതം പറഞ്ഞു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ K. രാമകൃഷ്ണൻ അനുശോചന പ്രമേയവും താലൂക്ക് സെക്രട്ടറി V. ഹരീഷ് കുമാർ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KV. പ്രേമചന്ദ്രൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ സംഘടനാ റിപ്പോർട്ട് വായിച്ചു. സമ്മേളനത്തിൽ A. സുരേഷ്, ജില്ലാ മന്ദിര സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ജില്ലാ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ, മന്ദിരം കൺവീനർ P. സക്കീർ ഹുസൈൻ, ഏറ്റവും കൂടുതൽ കൂപ്പണുകൾ വിൽപ്പന നടത്തിയ തൃത്താല ബ്ലോക്ക് സെക്രട്ടറി KV. സുനീഷ്, MBBSന് സീറ്റ് നേടിയ P. അശ്വിൻ കൃഷ്ണ തുടങ്ങിയവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. CPIM ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനം 13, 14, 15 തീയതികളിൽ പൂക്കോട്ടുകാവിൽ നടക്കും. സമ്മേളനത്തിന്റെ പതാക, കുടിമര ജാഥകൾ വ്യാഴാഴ്ച പ്രയാണം നടത്തുമെന്ന് സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വ്യാഴാഴ്ച പകൽ 2-ന് കുറുവട്ടൂരിലെ V. ഗംഗാധരൻ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം K. ശ്രീധരൻ ക്യാപ്റ്റനായുള്ള പതാക ജാഥ ഏരിയ സെക്രട്ടറി P. അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടപ്പുറത്തുള്ള K. കുഞ്ഞുണ്ണി സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി അംഗം M. മോഹനൻ ക്യാപ്റ്റനായ കൊടിമര ജാഥ ജില്ലാ കമ്മിറ്റി അംഗം K. പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വൈകിട്ട് 6-ന് പൂക്കോട്ടുകാവ് സ്കൂൾ പരിസരത്ത് പതാക, കൊടിമരം ജാഥകൾ സമാപിക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഖ പതാകയും കൊടിമരവും ഏറ്റുവാങ്ങും. സംഘാടക സമിതി ചെയർമാൻ K. ജയദേവൻ പൊതുസമ്മേളന നഗരിയിൽ പതാക ഉയർത്തും. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് V. ഗംഗാധരൻ നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും. സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. 120 സമ്മേളന പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 138 പേർ പങ്കെടുക്കുന്ന പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച സമാപിക്കും. ഞായറാഴ്ച പകൽ 3-ന് ആലങ്കുളത്ത് നിന്ന് 800-ലധികം റെഡ് വളണ്ടിയർമാർ പങ്കെടുക്കുന്ന മാർച്ചും പൂക്കോട്ടുകാവ് ലോക്കൽ കേന്ദ്രീകരിച്ചുള്ള ബഹുജന പ്രകടനവും നടക്കും. വൈകിട്ട് 5-ന് സീതാറാം യെച്ചൂരി നഗറിൽ പൊതുസമ്മേളനം കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനം പൂക്കോട്ടുകാവിൽ നടക്കുന്ന പാർട്ടിയുടെ 24-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ഏരിയ സമ്മേളനത്തെ വ്യത്യസ്തമാക്കാൻ, സർഗാത്മകമാക്കാൻ, എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഉത്സവമാക്കാൻ, പാർട്ടി സ്വാഭാവികമായിട്ടും ഈ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരും പ്രവർത്തിക്കുന്നവരൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വരിക. ഹാപ്പിനെസ് ഫെസ്റ്റ് പോലെയുള്ള നീന്തൽ പരിപാടി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ CPIM-ന് അപ്പുറത്തുള്ള ഒട്ടേറെ സാമൂഹ്യ ജനവിഭാഗങ്ങളെ ആകർഷിക്കാനും അവരെയെല്ലാം പങ്കെടുപ്പിക്കാനും
എല്ലാ വിഭാഗം മനുഷ്യരുടെയും മനസ്സിലേക്ക് സമ്മേളനത്തിന്റെ സന്ദേശം എത്തിക്കാൻ കഴിയുന്നു എന്ന ഒരു പോസിറ്റീവ് കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ കാണേണ്ടതുണ്ട് എന്ന് ഇതിന്റെ ഭാഗമായി സൂചിപ്പിക്കുകയാണ്. ഇതാണ് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം. നമ്മുടെ ഒരു സാധാരണ സമ്മേളനങ്ങൾ പോലെ തന്നെ പ്രതിനിധി സമ്മേളനം, ഇവിടെ ഒരു വ്യത്യസ്തത, പൊതുസമ്മേളനം 3-ാം ദിവസമാണെന്നാണ്. സാധാരണ പ്രതിനിധി സമ്മേളനത്തിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് പൊതുസമ്മേളനം നടക്കാറുള്ളത്. ഞായറാഴ്ചയാണ് പൊതുസമ്മേളനം എന്നൊരു പ്രത്യേകതയുണ്ട്. 3 ദിവസം സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനമായിട്ട് വരികയാണ്. 12-ാം തീയതി പതാക കൊടിമല ജാഥയാണ്. അപ്പൊ ഇവിടെ പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാം സുപരിചിതനായിട്ടുള്ള നമ്മുടെ ഗംഗാധരേട്ടന്റെ നാമധേയത്തിലുള്ള നഗരം നിന്നാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ തുളുമ്പി നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് അവിടെ നിന്നാണ് നമ്മുടെ പതാക ജാഥ ആരംഭിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി കൺവീനർ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ, ചെയർമാൻ കെ ജയദേവൻ, ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാർ MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ശ്രീധരൻ, എം മോഹനൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം തുടരുന്നു. കേരളോത്സവത്തിൽ ചൊവ്വാഴ്ച വൈകിട്ട് നടന്ന പഞ്ചഗുസ്തി മത്സരം ആവേശകരമായി. തൂക്കത്തിന്റെ അടിസ്ഥാനത്തിൽ 4 വിഭാഗങ്ങളായി തിരിച്ചാണ് പഞ്ചഗുസ്തി മത്സരം സംഘടിപ്പിച്ചത്. അമ്പലപ്പാറ വേൾഡ് ജിമ്മിലായിരുന്നു മത്സരം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഖാസിം ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് സംയുക്തമായി ഇത്തവണയും വളരെ വിപുലമായി തന്നെ കേരളോത്സവം സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഡിസംബർ മാസം 1-ാം തീയതി ക്രിക്കറ്റിന്റെയും ഷട്ടിലിന്റെയും ആരംഭത്തോടുകൂടി കേരളോത്സവം അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചു. പിന്നീട് നിരവധിയായ കലാകായിക പരിപാടികൾ, ഫുട്ബോൾ, അതുപോലെ തന്നെ വോളിബോൾ, കബഡി, 15-ാം തീയതിയോടുകൂടി ആർട്സ് മത്സരത്തോടുകൂടിയിട്ടാണ് ഈ അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കേരളോത്സവം അവസാനിക്കുന്നത്. കഴിഞ്ഞ തവണ കേരളോത്സവം നടത്തുന്ന സമയത്ത് പഞ്ചഗുസ്തി മത്സരം ഉൾപ്പെടുത്തിയിരുന്നില്ല. അപ്പോഴാണ് ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ ചന്ദ്രു, വേൾഡ് ജിമ്മിന്റെ പ്രൊപ്പറേറ്ററായിട്ടുള്ള ചന്ദ്രു ഇതിന് താല്പര്യം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിൽ വെച്ച് തന്നെ പഞ്ചഗുസ്തി മത്സരം നടത്താം. പഞ്ചായത്ത് അംഗം എം സനീഷ് അധ്യക്ഷത വഹിച്ചു. രവി മാസ്റ്റർ സ്വാഗതവും ജയേഷ് നന്ദിയും പറഞ്ഞു. വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. 14-15 തീയതികളിൽ കലാമത്സരങ്ങളോടെ പഞ്ചായത്ത് കേരളോത്സവം സമാപിക്കും. 15-ന് പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന സമാപന യോഗത്തിൽ ട്രോഫികൾ വിതരണം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാങ്കൂശി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുന്നു. യജ്ഞത്തിന് വ്യാഴാഴ്ച സമാപനമാകും. മുൻ ഗുരുവായൂർ മേൽശാന്തി മൂർക്കന്നൂർ ശ്രീഹരി നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വൈകിട്ട് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. രാത്രി തേനൂർ ശ്രീരാഗത്തിന്റെ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. വ്യാഴാഴ്ച കഥകളിയുണ്ടാകും. വെള്ളിയാഴ്ച തൃക്കാർത്തിക മഹോത്സവത്തോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമാകും. അന്ന് വൈകിട്ട് 3-ന് കാഴ്ചശീവേലി, കല്ലൂർ ഉണ്ണികൃഷ്ണന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പാണ്ഡിമേളം, രാത്രി ഓട്ടൻതുള്ളൽ, കല്ലൂർ ഉണ്ണികൃഷ്ണൻ, മട്ടന്നൂർ ശ്രീരാജ് എന്നിവരുടെ ഡബിൾ തായമ്പക എന്നിവ നടക്കും. ദീപാരാധനാവേളയിൽ സഹസ്ര ദീപാലങ്കാരവും ഒരുക്കും. രുക്മിണിയുടെ അച്ഛൻ മനസ്സിനോട് പറഞ്ഞു ഭഗവാനെ വേണം. അപ്പോ ഇന്ദ്രിയങ്ങൾ അതിന് തടസ്സമായിട്ട് നിന്നു. 5 ഇന്ദ്രിയങ്ങളാണ് നമുക്ക്, അല്ലേ? ആ ജ്ഞാനേന്ദ്രിയങ്ങൾ അജ്ഞാനത്തിന്റെ സ്വരൂപം കൊണ്ട് ഏട്ടന്മാരുടെ രൂപത്തിൽ വന്നു. അവര്
ആത്മസ്വരൂപത്തെ അറിയുന്ന രുക്മിണിയുടെ ഈശ്വരഭാവത്തിലേക്ക് എത്താനുള്ള മോഹത്തെ തടഞ്ഞു എന്ന് മാത്രമല്ല, അവര് പറഞ്ഞു ഈ ജീവനെ നമുക്ക് ശിശുപാലനെ ഏൽപ്പിക്കാം. ശിശുപാലൻ ഭൗതികതയുടെ പ്രതീകമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഉത്സവ കേരളത്തിന്റെ ഗജരാജന് കല്ലേക്കുളങ്ങര ഗ്രാമത്തിന്റെ അന്ത്യയാത്രാമൊഴി. ഇന്നലെ വൈകിട്ട് ചെരിഞ്ഞ കല്ലേക്കുളങ്ങര രാജഗോപാലിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനം തടിച്ചുകൂടിയിരുന്നു. വിലാപ യാത്രയായി രാജഗോപാലിന്റെ ജഡം വാളയാർ വനത്തിൽ സംസ്കരിച്ചു. കല്ലേക്കുളങ്ങര ഏമൂർ ഭഗവതി ക്ഷേത്രത്തെ ആനകേരളത്തിൽ അടയാളപ്പെടുത്തിയ കൊമ്പൻ അതായിരുന്നു കല്ലേക്കുളങ്ങര രാജഗോപാലൻ. പാദരോഗവും അണുബാധയും മൂലം ചികിത്സയിലായിരുന്നു രാജഗോപാലൻ. ഇന്നലെ വൈകിട്ട് 4:30 അന്ത്യം. മലമ്പുഴ അകമലവാരം വനമേഖലയിൽ നിന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കിട്ടിയ 2 കൊമ്പന്മാരിൽ ഒരുവനാണ് കല്ലേക്കുളങ്ങര രാജഗോപാലൻ. ഇതോടൊപ്പം കിട്ടിയ കല്ലേക്കുളങ്ങര രാജശേഖരൻ എന്ന കൊമ്പൻ 2012 ചെരിഞ്ഞിരുന്നു. കല്ലേക്കുളങ്ങര ചേന്ദമംഗലം ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിന് തിടമ്പേറ്റിയുള്ള ആനയോട്ടത്തിലെ പതിവുകാരനാണ് രാജഗോപാലൻ. കഴിഞ്ഞ ശിവരാത്രി ഉത്സവത്തിലും തിടമ്പേറ്റി. മെയ് 5 കല്ലേക്കുളങ്ങര മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൂജാ ഉത്സവത്തിലാണ് അവസാനമായി എഴുന്നള്ളിച്ചത്. സെപ്റ്റംബർ 30 മതപ്പാട് കഴിഞ്ഞതോടെയാണ് രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഒക്ടോബർ 3 മുതൽ ചികിത്സയിലായിരുന്നു. രാവിലെ മുതൽ നിരവധി ആനപ്രേമികളും വിവിധ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും അവസാനമായി രാജഗോപാലനെ കാണാൻ കണ്ണീരണിഞ്ഞെത്തി. ബുധനാഴ്ച രാവിലെയോടെ ജഡം വാളയാർ വനത്തിലെത്തിച്ച് സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാളയാറിൽ അനധികൃതമായി കാറിൽ കടത്തുകയായിരുന്ന 1 കോടി രൂപയുമായി കിഴക്കഞ്ചേരി സ്വദേശികൾ പിടിയിൽ. 2 യുവാക്കൾ പിടിയിലായത് വാളയാർ പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെ. കാറും പണവും കസ്റ്റഡിയിലെടുത്തു. ചാലിശ്ശേരി പഞ്ചായത്ത് 9ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുജിതയുടെ വിജയം 104 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ. വിജയത്തോടെ പഞ്ചായത്ത് ഭരണം UDF നിലനിർത്തി. മാത്തൂർ മേഖലയിലെ ക്ഷേത്ര കവർച്ച. ഭണ്ഡാരങ്ങളിൽ നിന്ന് പണം കവരുന്നത് കുട്ടിക്കള്ളന്മാരെന്ന് പോലീസ്. മോഷ്ടാക്കളിൽ 2 പേരെ തിരിച്ചറിഞ്ഞു. വിദ്യാർത്ഥികളായ ഇവർക്കൊപ്പമുള്ള ഒരാളെ കൂടി കണ്ടെത്താൻ അന്വേഷണം തുടരുന്നു. വൈദ്യുതി വിതരണ രംഗം സ്വകാര്യവൽക്കരിക്കാനുള്ള നീക്കം ചെറുത്തു തോൽപ്പിക്കുമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ. ബോർഡിലെ വിവിധ തൊഴിൽ പ്രശ്നങ്ങൾ ഉന്നയിച്ച് പാലക്കാട് വൈദ്യുതി ഭവന് മുന്നിൽ ഫെഡറേഷൻ ധർണ. വൈദ്യുതി നിരക്ക് വർധനയ്ക്കെതിരെ പ്രതിഷേധം തുടരുന്നു. പന്തം കൊളുത്തി പ്രകടനവുമായി INTUC. വെൽഫെയർ പാർട്ടി നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ ജ്വാല. കാർബൺ സന്തുലിത ഒറ്റപ്പാലം പദ്ധതി നിർവഹണ ഘട്ടത്തിലേക്ക്. ജില്ലയിൽ കാർബൺ ന്യൂട്രൽ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ തദ്ദേശ സ്ഥാപനമായി ഒറ്റപ്പാലം മാറും. പദ്ധതി പ്രവർത്തനം ഹരിത കേരള മിഷന്റെ സഹായത്തോടെ. കൊപ്പത്ത് ലഹരിക്കെതിരെ ജനകീയ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി. കഴിഞ്ഞ ദിവസം കേരളോത്സവത്തിലെ ഫുട്ബോൾ മത്സരം തടസ്സപ്പെടുത്തിയത് മദ്യപിച്ചെത്തിയവർ. ഇവർക്കെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും പഞ്ചായത്ത് അധികൃതർ. ഭക്തിയുടെ നിറവിൽ ഗുരുവായൂർ ഏകാദശി. ഗുരുഭവനപുരിയിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക്. ഏകാദശിയോടനുബന്ധിച്ച് മറ്റ് വിവിധ ക്ഷേത്രങ്ങളിലും വിപുലമായ പരിപാടികൾ. വില്വാദ്രിയിൽ പുനർജനിനൂണ് വിശ്വാസികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.